നിങ്ങൾ എന്തുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നടപ്പിലാക്കിയ ബാങ്ക് നടപ്പിലാക്കുന്നില്ല എന്നാണ് മൂപ്പിലാന്റെ ചോദ്യം. എങ്കിൽ സുഹൃത്തുക്കളെ, ആരായി ഇവിടെ സ്വഹാബത്തിനെ തള്ളിയത്? രണ്ട് ബാങ്കിനെ സംബന്ധിച്ച് പറയുന്ന സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് കണ്ടിട്ട് തന്നെയാ ഞങ്ങളും വന്നത്. സഹീഹുൽ ബുഖാരിയിലെ ഹദീസ് കണ്ടിട്ട് തന്നെയാ പറയുന്നത്. അതിലെന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് നടപ്പിലുണ്ടായിരുന്നത് ഒരു ബാങ്കാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഖതീബ് മിമ്പറിൽ കയറി ഇരുന്നതിന്റെ ഉടനെ നടത്തുന്ന ബാങ്കാണ് ബാങ്കുള്ളത്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ. രണ്ടാം ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആളുകൾ അധികരിച്ചപ്പോൾ ആളുകൾ നേരത്തെ പള്ളിയിൽ എത്തിപ്പെടാനുള്ള ഒരു സൗകര്യം എന്ന നിലക്ക് ആളുകൾ അധികരിച്ചപ്പോൾ സൗറായിൽ വെച്ച് മറ്റൊരു ബാങ്ക്, മറ്റൊരു വിളി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു നടപ്പിലാക്കി. ഫസബതൽ അംറു വലാ സാരിക, പിന്നീട് അക്കാര്യത്തിന്മേൽ കാര്യം സ്ഥിരപ്പെട്ടു എന്ന് വായിച്ചിട്ടാ മൂപ്പര് ചോദിക്കുന്നത് എന്ത്? ഇജ്മാ ആയിനാണ്. അതുകൊണ്ട് ഉദ്ദേശം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നടപ്പിലാക്കിയ ആ നിലപാട് പിന്നെ ഏത് കാലഘട്ടത്തിലും മുടക്കമില്ലാതെ തുടരപ്പെടേണ്ടുന്ന ഒരു സമ്പ്രദായമാണ്. അത് നിർബന്ധമായി തന്നെ അത് നടക്കേണ്ടുന്ന ഒരു സമ്പ്രദായമാണ് എന്ന നിലക്ക് വിശദീകരിച്ചപ്പോ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, രണ്ട് ബാങ്ക് നിർവഹിക്കാത്തതിന്റെ പേരിൽ സ്വഹാബത്തിനെ തള്ളി എന്നാണ് വാദമെങ്കിൽ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ആ റസൂലുള്ള ഒറ്റ ബാങ്കല്ലേ കൊടുത്തത്? റസൂലുള്ളാഹിയുടെ കാലത്ത് മിമ്പറിൽ ഇരുന്നപ്പോഴുള്ള ഒറ്റ ബാങ്കല്ലേ ഉണ്ടായത്? ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ രണ്ട് ബാങ്ക് ഇല്ലല്ലോ, നിങ്ങളും അംഗീകരിക്കുന്നു. രണ്ടാം ഖലീഫയായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലും രണ്ട് ബാങ്കില്ല എന്ന് നിങ്ങളും അംഗീകരിക്കുന്നു. എങ്കിൽ അബൂബക്കർ സിദ്ദീഖിനെയും ഉമർ ഖത്താബിനെയും റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിലെയും ഒക്കെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ആവശ്യമില്ല എന്ന നിലക്ക് ഒരൊറ്റ ബാങ്കിൽ മാത്രം ഒതുക്കി നിർത്തുന്നു എങ്കിൽ അതെങ്ങനെയാണ് റസൂലുള്ളാഹിനെ തള്ളലാവുക? അതെങ്ങനെയാണ് സഹാബത്തിനെ തള്ളലാവുക? അപ്പൊ നിങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ തള്ളിയോ എന്ന് ചോദ്യമുണ്ടാകും. തള്ളിയിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവം എന്താണ്? ആളുകൾ അധികരിച്ചപ്പോൾ എന്ന് ബുഖാരി ഇമാം അവിടെ കൃത്യമായും രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതൊരു പ്രത്യേകമായ സാഹചര്യത്തിൽ നടപ്പിലാക്കിയ സംഗതിയാണ്. ആ സാഹചര്യം ഉണ്ടെങ്കിൽ വേണ്ടവർക്ക് ചെയ്യാം, ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു ബാങ്കാണത്. നേരെ മറിച്ച് ജുമഅക്ക് വിളിക്കുന്ന ഒന്നാമത്തെ ബാങ്കുണ്ടല്ലോ, അത് ഒരു കാരണവശാലും ഒഴിവാക്കപ്പെടാൻ പറ്റിയതല്ല. ആ ബാങ്ക് ആളുകളൊക്കെ മുഴുവൻ ഒരു പ്രദേശത്ത് 40 ആളാണെന്ന് സങ്കല്പിക്കുക. വിഷയം ശരിക്കും പഠിച്ചു വെച്ചോ എന്റെ ശ്രോതാക്കൾ. ഒരു മഹല്ലിൽ 40, 60, 100 ആളുകളുണ്ടെന്ന് വിചാരിക്കുക. ആ 40 ആളുകളും നേരത്തെ തന്നെ പള്ളിയിൽ എത്തി എന്നും വിചാരിക്കുക. ഇനി ഒരു കുട്ടി പോലും പള്ളിയിൽ എത്താൻ ബാക്കിയില്ല. അങ്ങനെ എല്ലാവരും പള്ളിയിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ തന്നെയും ഒന്നാമത്തെ ബാങ്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ജുമഅയുടെ ബാങ്കാണ്. അതേ അവസരത്തിൽ അത്തരം ഘട്ടങ്ങളിൽ രണ്ടാം ബാങ്ക് സുന്നത്താണെന്ന് പറയുന്ന കക്ഷികൾ പോലും പറയുന്നത് എന്താ? ആവശ്യമില്ലെങ്കിൽ ഈ രണ്ടാമത്തെ വിളി ഉപേക്ഷിക്കാവുന്നതാണ്. അത് തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഈ വിളി പള്ളിയിൽ വെച്ച് നടത്തിയിട്ടില്ല. സൗറാ എന്ന് പറയുന്ന ഒരു സൂഖിൽ, അങ്ങാടിയിൽ വെച്ചാണ് വിളിച്ചു പറഞ്ഞത്. പള്ളിയിലേക്ക് ആ ബാങ്ക് നീക്കപ്പെടുന്നത് എത്രയോ കാലശേഷമാണെന്ന് കിതാബുകളിൽ കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കൂ, നമ്മൾ ഈ പറയുന്നതൊന്നും നമുക്കൊപ്പിച്ച് കിതാബ് പറയുന്നതല്ല, നമുക്കൊപ്പിച്ച് സങ്കല്പിച്ചുണ്ടാക്കുന്നതല്ല. നിങ്ങൾ നോക്കൂ, ഫത്ഹുൽ മുഈനിൽ നമുക്ക് കാണാം കൃത്യമായി. ഫത്ഹുൽ മുഈനിലെ അറബി ഞാൻ വായിക്കുന്നില്ല, കാരണം പേടിയുണ്ടായിട്ടല്ല, പേരോടം മനസ്സിലാക്കിയത് എനിക്ക് അറബി വായിക്കാൻ അറിയാഞ്ഞിട്ടായി മലയാളം വായിക്കുന്നത്. അറബി വായിക്കാൻ അറിയില്ല എന്നല്ലേ? ആർക്കാ അവിടെ വായിക്കാൻ അറിയാത്തത്? ആരാവിടെ വായിച്ചാൽ തെറ്റുന്നത് എന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടേ ഈ ഉള്ളവൻ സ്ഥലം വിടുകയുള്ളൂ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അത് പറയാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. അത് കാണിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അവിടേക്ക് ഞാൻ വരുന്നതിന്റെ മുമ്പ് എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയട്ടെ, ഞാൻ ഈ പറഞ്ഞ ഈ ആശയം
ആവശ്യമുണ്ടെങ്കിലേ ഈ വിളി നടത്തേണ്ടതുള്ളൂ. ആവശ്യമില്ലെന്ന് തോന്നുമ്പോൾ ഈ വിളി ഒഴിവാക്കിയിട്ട് റസൂലുള്ളാഹിയുടെ കാലത്തുള്ള ഒരൊറ്റ ബാങ്കിൽ ഒതുക്കുന്നതാണ് നല്ലത് എന്ന് എഴുതി വിട്ടത് നിങ്ങൾ പള്ളി ദർസിൽ കിതാബോധി കൊടുക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഫത്ഹുൽ മുഈൻ എന്ന ഗ്രന്ഥമില്ലേ, ആ ഗ്രന്ഥത്തിൽ നോക്കിക്കോ. ആ ഗ്രന്ഥത്തിന്റെ അറബിയിലുള്ള വാചകത്തിൽ നിന്ന് അതിന്റെ പരിഭാഷയാണ് ഞാൻ വായിക്കുന്നത്. നമുക്ക് വായിക്കാനും അറിയില്ല, അർത്ഥം പറയാനും അറിയില്ല എന്നാണല്ലോ. എന്നാ പിന്നെ അർത്ഥം പറഞ്ഞ ആളുകളുണ്ടല്ലോ, നിങ്ങൾ അംഗീകരിക്കുന്ന നേതാക്കന്മാർ. ഇതാ നിങ്ങൾ നോക്കൂ, ഫത്ഹുൽ മുഈൻ പരിഭാഷ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പരിഭാഷയാണ്. അതിൽ കാണാം, ശ്രദ്ധിച്ചോളൂ, എന്താ അതിൽ പറയുന്നത്? ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഉണ്ടാക്കിയത്. ഖതീബ് മിമ്പറിന്മേൽ ആഗതരാവുന്നതിന്റെ മുമ്പ് ബാങ്ക് വിളിക്കുന്ന പതിവ് ഹസ്രത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് ഉണ്ടാക്കിയത്. ആ പതിവ് ഉണ്ടാക്കുവാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫലമ്മാ കസുറന്നാസ്, ജനങ്ങൾ അധികരിച്ചു, വർദ്ധിച്ചു എന്നുള്ളതാണ്. ആ പതിവ് ഉണ്ടാക്കുവാനുള്ള കാരണം ജനങ്ങൾ വർദ്ധിച്ചു എന്നുള്ളതാണ്. ആ ബാങ്ക് കേട്ടാലേ ജനങ്ങൾ സന്നിഹിതരാവുകയുള്ളൂ എന്ന് കണ്ടെങ്കിലേ അത് സുന്നത്തുള്ളൂ. ശരിക്ക് പഠിച്ചോ, ആ ബാങ്ക് കേട്ടാലേ ജനങ്ങൾ സന്നിഹിതരാവുകയുള്ളൂ എന്ന് കണ്ടെങ്കിലേ അത് സുന്നത്തുള്ളൂ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുകരിക്കുക എന്ന ഉദ്ദേശത്തിൽ രണ്ടാമത്തെ ബാങ്ക് മാത്രം വിളിച്ചാൽ മതിയാകുന്നതാണ്. ഉത്തമവും അത് തന്നെ, ഉത്തമവും അത് തന്നെ. എന്താ പറഞ്ഞത്? ഈ ബാങ്ക് വിളിക്കുന്നതല്ല രണ്ടാമത്തെ ബാങ്ക് വിളിക്കുന്നത്, അഥവാ ഖതീബ് മിമ്പറിൽ ഇരുന്നതിന്റെ ശേഷമുള്ള ബാങ്ക് വിളിക്കുന്നതാ ഉത്തമം ആവശ്യമില്ലെങ്കിൽ. ഇത് ഹുസൈൻ സലഫി ഉണ്ടാക്കിയ മസലയല്ല. നിങ്ങളെ ഫത്ഹുൽ മുഈനിന്റെ പരിഭാഷ, ആ പരിഭാഷയിൽ നിന്നാണ് ഞാൻ നോക്കി വായിച്ചത്. ഇനി നിങ്ങൾ കേട്ടോ, ഞങ്ങൾ ഇമാമിങ്ങളെ തള്ളുന്നു. ഓ, സലഫിക്ക് ഷാഫി ഇമാമിനേക്കാണ് വിവരമുണ്ടല്ലോ ഇവര് പറയാ. ഷാഫി ഇമാമിനേക്കാണ് വിവരമാണല്ലോ ഹുസൈൻ സലഫിക്ക്. സുഹൃത്തുക്കളെ, ഞാനത് പറയുന്ന ആളല്ല. ഞാൻ വലിയ ആലിമാണ് എന്ന് പറയുന്നവനോ, ഞാൻ വരുമ്പോ നിങ്ങളൊക്കെ തക്ബീർ ചൊല്ലണം കാളയെ കാണുമ്പോ ചൊല്ലും പോലെ എന്ന് പറയുന്നവനോ, അതല്ലെങ്കിൽ എന്റെ കൈ പിടിച്ച് മുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളോ അല്ല ഞാന്. അത് നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ആളല്ല. ഞാൻ ഈ ഇരിക്കുന്ന നിങ്ങളിൽ ഒരുവനാണ്, ഒരു സാധാരണക്കാരനാണ്. പിന്നെ ചില കാര്യങ്ങൾ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുമ്പോ അത് പറയാൻ ബാധ്യതയുള്ളത് കൊണ്ട് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ഷാഫി ഇമാമിനേക്കാണ് വിവരം എനിക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് എന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞതാണ്. ഉണ്ടെങ്കിൽ അയാളൊരു തെളിയിക്കണം. ഷാഫി ഇമാമിനേക്കാണ് എനിക്ക് വിവരമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. എന്നാ അയാൾ കാണിക്കട്ടെ. അയാൾ ഇവിടെ എത്ര നേരം ഓരോന്ന് കാണിച്ചത്? കാണിക്കണ്ടേ? എന്നാ ഷാഫി ഇമാമിനേക്കാണ് വിവരമുണ്ട് ഹുസൈൻ സലഫിക്ക് എന്ന് ഞാൻ പറഞ്ഞു എന്നാണ്. എന്നാ അത് കാണിക്കണം, തെളിയിക്കണം. പച്ചക്കള്ളം അങ്ങനെ തെറ്റിവിടല. എന്താണ് പറഞ്ഞാലും ജനങ്ങൾ യാക്കവുമുണ്ട് മുമ്പിൽ. അല്ലാഹു അക്ബർ ഞാൻ തക്ബീർ വിളിക്കും. ജോർജ് ബുഷ് എന്ന് പറഞ്ഞപ്പോഴും തക്ബീർ വിളിച്ച നാടാത് കൗമേ. ജോർജ് ബുഷിന്റെ പേര് പറഞ്ഞപ്പോൾ അല്ലാഹു അക്ബർ ഞാൻ കാണിക്കുന്നുണ്ടത്. അതും കാണിക്കാൻ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലുള്ള ഈ സമ്പ്രദായം ഷാഫി ഇമാം എന്താ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്? ഷാഫി ഇമാമിന്റെ കിതാബുൽ ഉമ്മിൽ ഈ ബാങ്കിനെ പറ്റിയുള്ള ചർച്ച കാണാം. സുഹൃത്തുക്കളെ, ശരിക്കും ശ്രദ്ധിക്കണം. നിങ്ങളുടെ ശ്രദ്ധ അങ്ങ് ആയിപ്പോകരുത്. ആയിപ്പോയാൽ പകുതി കേട്ടില്ലെങ്കിൽ കാര്യം മനസ്സിലാവില്ല. ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, കൃത്യമായി പഠിക്കണം. എന്താ ഷാഫി ഇമാം പറഞ്ഞത്? ബാങ്ക് ആരാ ഉണ്ടാക്കിയത് എന്നൊരു ചർച്ച. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ് നടപ്പിലാക്കിയത് എന്ന് ഒരു ചർച്ച. അതല്ല, അതാ ആണ് ഉണ്ടാക്കിയത് എന്ന് വേറൊരു ചർച്ച. മുആവിയ റളിയല്ലാഹു അൻഹു ആണ്, അതാ അല്ല മുആവിയ റളിയല്ലാഹു അൻഹു ആണ് ഉണ്ടാക്കിയത് എന്ന് രണ്ടാമത്തെ ഒരു മസല. എന്നിട്ട് മഹാനായ ഷാഫി ഇമാം പറയുകയാണ്, ഫഅയ്യുഹുമാ കാന ഫൽഅംറു അൽദീ അലാ ഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹബ്ബ ഇലയ്യ. എന്താ പറയുന്നത്? അവർ രണ്ടിൽ ആര് നടപ്പിലാക്കിയ ബാങ്ക് ആയിരുന്നാലും അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ കാര്യം അതേതാണോ ആ കാര്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ഷാഫി ഇമാം അവിടുത്തെ ഉമ്മിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ആര് നടപ്പിലാക്കിയ ബാങ്ക് ആയാലും ശരി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയാലും മുആവിയ റളിയല്ലാഹു അൻഹു ആയാലും ആര് നടപ്പിലാക്കിയ ബാങ്കാണെങ്കിലും
എനിക്ക് ഏറ്റവും ഇഷ്ടം റസൂലിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ബാങ്കാണ്. ഇതാരാ പറഞ്ഞത്? ഷാഫി ഇമാം. അപ്പൊ ചില ആളുകൾ ഞാൻ പറയുന്നത് എന്താ, ഫസബത്തൽ അംറു അലാ ദാലിക ബുഖാരിയിലില്ലേ സൽഫി? ഉപര ചോദ്യ. ഫസബത്തൽ അംറു അലാ ദാലിക എന്ന് പറഞ്ഞാൽ എന്താ? ആ കാര്യം പിന്നെ മുസ്ലിം ലോകത്ത് ഇജ്മാ ആയി എന്നാണ്. അപ്പൊ ഇജ്മാ ആയി കഴിഞ്ഞ ഒരു കാര്യത്തിന് എതിര് പറയാല് ഖർഖുൽ ഇജ്മാഇ ഹറാം എന്നല്ലേ? ഇജ്മാഇനെ എതിർക്കൽ ഹറാമല്ലേ? കുഫറിലേക്ക് വരെ എത്തുന്ന സംഗതിയാന്നല്ലേ ഉസൂലിന്റെ കിതാബുകളിലൊക്കെ ഉള്ളത്. ഉപരി പഠിപ്പിക്കുക എങ്കിൽ പഠിച്ചു വെച്ചോ. എങ്കിൽ ഈ ഇജ്മാഇനെ പൊളിക്കുകയാണോ ഷാഫി ഇമാം ചെയ്തത്? ഷാഫി ഇമാം എന്താ പറഞ്ഞത്? ആര് നടപ്പിലാക്കിയതായാലും വേണ്ടില്ലേ, അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലുള്ളതായ എനിക്കിഷ്ടം. അപ്പൊ ചിലഞ്ഞിപ്പോ വന്നിട്ട് എന്താ പറയാന്നറിയോ? മൗലവിക്കുണ്ടോ വിവരം? കിതാബ് പഠിക്കണം, കിതാബ് പഠിക്കണം മൗലവി, പഠിക്കാതെ വിളമ്പരുത് നമുക്ക് എന്നോട് പറയല്ലേ. വിളമ്പിയാൽ ആരാന്ന് നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. നിങ്ങൾ നോക്ക് എന്താ മൂപ്പര് പറയുന്നത്. എന്താണ് ഷാഫി ഇമാമ പറഞ്ഞതിന്റെ താല്പര്യം? ഒരു ഗ്ലാസ് പാലും ഒരു ഗ്ലാസ് ജ്യൂസും കൊടുന്നു വെച്ചിട്ട് ഒരാൾ പറയണേ എനിക്ക് ഈ പാലാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ജ്യൂസ് വെറുപ്പാന്നുണ്ടോ? ജ്യൂസ് ഇഷ്ടല്ലാന്നുണ്ടോ? ജ്യൂസ് എടുത്ത് ഒഴിവാക്കണം എന്നുണ്ടോ? തള്ളണം എന്നുണ്ടോ? അപ്പൊ ഷാഫി ഇമാമ് ഏറ്റവും ഇഷ്ടം അതാന്ന് പറഞ്ഞു എന്നല്ലേ ഉള്ളൂ, മറ്റേന് ഇഷ്ടക്കേടില്ല എന്നല്ലേ ആ വാചകത്തിന്റെ ഉദ്ദേശം എന്ന് പറയാറുണ്ട്. എന്നാ പഠിച്ചോ, ബുശറൽ കരീം എന്ന ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിൽ കാണാം ഷാഫി ഇമാമിന്റെ ആ വാചകം ഉദ്ധരിച്ചെടുത്ത് അവിടെ കൃത്യമായി ആ കാര്യത്തെ പറ്റി പറഞ്ഞതെന്താ? അവിടെ പറയുന്ന വാചകം, ഷാഫി ഇമാം പറയുന്ന വാചകമായിട്ട് പറയുന്നത് എന്താണ്? ആ പരിപാടി ഉപേക്ഷിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഏത് പരിപാടി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ ഇല്ലാതെ പിന്നീട് എന്തോ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കി എന്ന് പറയുന്ന ആ കാര്യം ഉപേക്ഷിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ആ ബാങ്ക് ഉപേക്ഷിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. ഇപ്പൊ ഷാഫി ഇമാം ഇജ്മാ ഒളിയനാന്ന് പറയോ? ഇതിന് സഹാബത്തിനെ തള്ളിയോ? ഇല്ല. അപ്പൊ സുഹൃത്തുക്കളെ, മക്കത്തുക്കും മദീനത്തുക്കും ഇങ്ങനെ ചൂണ്ടാൻ അവിടെ രണ്ട് ബാങ്കുണ്ട്. അവിടെ തറാവീഹ് 20 അവിടെ തറാവീഹ് എങ്ങനെയാണ്? അവിടെ ഭാഷ അറബിയാണ് എന്നിങ്ങനെ പറയുമ്പോ ഓരോന്നും അങ്ങോട്ടും കൊണ്ട് ചൂണ്ട. എന്നാ പിന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഈ മക്കയും മദീനയൊക്കെ നിങ്ങൾക്ക് വലിയ തെളിവാന്നല്ല പറയുന്നത്. മക്കത്തും മദീനത്തും ഒക്കെ ഉള്ളപ്പോ അങ്ങനെ ചൂണ്ടണം, ഞങ്ങൾ അതിന്റെ ആൾക്കാരാണ്. ഒന്ന് വിനയത്തോടുകൂടെ ചോദിക്കട്ടെ, മക്കത്തെ പള്ളിയിലും മദീനത്തെ പള്ളിയിലും ആണ്ട് നേർച്ചന്റെ ഡേറ്റ് എന്നാ?